പാർട്ടിക്കകത്തെ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കിട്ടുന്നൊരു സന്ദർഭം എന്നുള്ള നിലയിൽ അതിനെ എടുക്കരുത്. മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയാത്ത ആളിനെ പകരം പ്രാപ്തമായ രൂപത്തിലുള്ള ആളിനെ വെക്കുന്നു എന്നുള്ളതാണ്. അത് പറ്റാതെ വരുമ്പോഴാണ് തർക്കങ്ങൾ വരുന്നത്. ആ തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ ചിന്തയാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അത് ജസ്റ്റിഫയബിളായിട്ടുള്ള രൂപത്തിൽ ജുഡീഷ്യസായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു എങ്കിൽ മാത്രമേ ആ പുനഃസംഘടന കൊണ്ട് പ്രയോജനമുണ്ടാകും. അങ്ങനെ ഒരു ഉയർന്ന തലത്തിൽ അതിനെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ അതെല്ലാം വിഷമങ്ങളിൽ ചെന്നെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. വിവാദങ്ങളുണ്ടാക്കിയല്ലേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത്. പുനഃസംഘടനയ്ക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുന്നത് എന്തിനാണ്? അത് വിവാദത്തിന് വേണ്ടി, ചേരിതിരിവിന് വേണ്ടിയല്ല. സംഘടന ഇന്ന് ഏറെക്കുറെ മെച്ചപ്പെട്ടൊരു നിലയിൽ പോവുകയാണ്. 2 തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ഉണ്ടാക്കി. 3ാമത്തെ തെരഞ്ഞെടുപ്പിൽ പഴയതിനേക്കാൾ വോട്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടി. CPM ഇത്രയും 10 കൊല്ലത്തോളം അധികാരത്തിലിരുന്നിട്ടും അവർക്ക് ആ നിലയിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഒരു വിന്നിങ് ഫോഴ്സ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനെ വിഭജിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആ രൂപത്തിൽ മുന്നോട്ട് പോകരുത് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് വരാതിരിക്കണം നമ്മൾ കെയർഫുള്ളായിരിക്കണം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻ ക്യാമറയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. പരസ്പര വിശ്വാസത്തോടു കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഇതൊക്കെ പബ്ലിക് ഡിബേറ്റിലേക്ക് പോകുന്നത് ഒരു ഗുണവും ചെയ്യില്ല. അതില്ലാതെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ യുക്തമായ രൂപത്തിൽ, തൃപ്തിയായ രൂപത്തിൽ, ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് തീർക്കാൻ കഴിയും.